നമസ്കാരം, മാസ്റ്ററിംഗ് എഡ്യൂടെക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മുടെ MS വേർഡിനകത്തുള്ള ഹോം ടാബ് ആയിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. ഹോം ടാബിനകത്ത് വരുന്ന എല്ലാ ഗ്രൂപ്പും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് രണ്ടാമത്തെ ടാബ് എന്ന് പറയുന്നത് ഹോം ടാബ് കഴിഞ്ഞിട്ടുള്ള ഇൻസേർട്ട് ടാബാണ്. അപ്പം ഇൻസേർട്ട് ടാബിനെ പറ്റിയിട്ടാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത്. അപ്പൊ ഇൻസേർട്ട് ടാബിനകത്ത് ആദ്യം വരുന്ന ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ പേജസ് ആണ്. അപ്പം ഈ പേജസിനകത്ത് വരുന്നത് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ കവർ പേജ്, ബ്ലാങ്ക് പേജ് ആൻഡ് പേജ് ബ്രേക്ക്. ഈ മൂന്ന് ഓപ്ഷൻസ് ആണ് പേജസിനകത്ത് വരുന്നത്. ഏതൊക്കെയാണ്? കവർ പേജ്, ബ്ലാങ്ക് പേജ്, പേജ് ബ്രേക്ക്. അപ്പോൾ കവർ പേജ് ഏത് ടാബിലാണെന്ന് ചോദിച്ചാൽ എവിടെയാണ്? ഇൻസേർട്ടിലാണ്. ഇൻസേർട്ട് ടാബിൽ ഏത് ഗ്രൂപ്പിലാണെന്ന് ചോദിച്ചാൽ എവിടെയാണ്? പേജസിലാണ് വരുന്നത്. ഇനി കവർ പേജ് എന്താന്ന് നോക്കാം. കവർ പേജ് എന്ന് പറഞ്ഞാൽ യൂസ്ഡ് ടു ആഡ് ഫ്രണ്ട് പേജ് ഓഫ് മാഗസിൻ ഓർ ആർട്ടിക്കിൾ. നമ്മുടെ ആർട്ടിക്കിളിന്റെയും മാഗസിന്റെയൊക്കെ ഫ്രണ്ട് പേജ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കവർ പേജ് യൂസ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ എപ്പോ കവർ പേജ് ഇൻസേർട്ട് ചെയ്താലും കൊടുത്താലും എന്തേ വരത്തുള്ളൂ? ഫസ്റ്റ് പേജ് ആയിട്ടേ കവർ പേജ് വരത്തുള്ളൂ. ഇപ്പൊ കവർ പേജ് എന്ന് പറഞ്ഞാല് എന്താ? മാഗസിന്റെയോ ആർട്ടിക്കിളിന്റെയോ ഒക്കെ ഫ്രണ്ട് പേജ് ആഡ് ചെയ്യാനാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പൊ ഇവിടെ നോക്കിയാൽ ഞാൻ ഇവിടെ കവർ പേജ് ക്ലിക്ക് ചെയ്തു. ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് ഫോർമാറ്റുകളുണ്ട്, പല രീതിയിലുള്ള കവർ പേജസ് ഉണ്ട്. ഇതിൽ ഏതാ വേണ്ടതെന്ന് വെച്ച് നമുക്ക് സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ വരും. പിന്നെ ഇതുപോലെ നമുക്ക് നമുക്ക് ആവശ്യമുള്ളതൊക്കെ ഇവിടെ നമുക്ക് എഡിറ്റ് ചെയ്ത് കൊടുക്കാം. ഇപ്പൊ ഇയർ വേണമെങ്കിൽ മാറ്റി കൊടുക്കാം. അതുപോലെ ടെക്സ്റ്റിന്റെ അല്ലെങ്കിൽ മാഗസിന്റെ പേര് കൊടുക്കാം, ടൈറ്റിൽ, ഓതർ, അങ്ങനെയുള്ള പല കാര്യങ്ങളും നമുക്ക് ഇവിടെ എഡിറ്റ് ചെയ്ത് കൊടുക്കാം. ഇപ്പൊ നോക്കിയേ, ഇതായിരുന്നു നമ്മുടെ ഫസ്റ്റ് പേജ് ആയിട്ട് കിടന്നത്. ഇപ്പൊ എന്ത് ചെയ്തു? കവർ പേജ് ഫസ്റ്റ് പേജ് ആയിട്ട് ആഡായി. അപ്പൊ ഇത് നമ്മുടെ സെക്കൻഡ് പേജ് ആയിട്ട് മാറി. അപ്പൊ എപ്പോഴും ഫസ്റ്റ് പേജ് എന്ന് പറയുന്നത് എന്തായിരിക്കും? കവർ പേജ് ആയിരിക്കും. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ ബ്ലാങ്ക് പേജ് ആണ്. ബ്ലാങ്ക് പേജ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു ബ്ലാങ്ക് പേജ് ഇൻസേർട്ട് ചെയ്യണം. നമ്മുടെ ഡോക്യുമെന്റിൽ ഒരു 5-6 പേജ് നമ്മൾ ടൈപ്പ് ചെയ്തു പോയി. പക്ഷെ ഈ കവർ പേജ് കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ രണ്ടാമത്തെ പേജ് കഴിഞ്ഞിട്ടോ നമുക്കൊരു ബ്ലാങ്ക് പേജ് വേണം. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് യൂസ് ചെയ്യും? ഈ ബ്ലാങ്ക് പേജ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ യൂസ് ചെയ്യും. അപ്പൊ ഇത് യൂസ് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത പേജ് എന്തായിട്ട് വരും? ബ്ലാങ്ക് പേജ് ആയിട്ട് വരും. അപ്പൊ നോക്കിയേ, ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? എവിടെയാ വേണ്ട അവിടെ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ബ്ലാങ്ക് പേജ് കൊടുക്കാം. ഇപ്പൊ ഞാൻ ഇവിടെ വെച്ചിട്ട് ഞാൻ അടുത്ത ബ്ലാങ്ക് പേജ് കൊടുക്കാൻ പോയ ഇൻസേർട്ടിനകത്ത് ഇത് കൊടുത്തു, പേജസില് ബ്ലാങ്ക് പേജ് കൊടുത്തു. ബ്ലാങ്ക് പേജ് കൊടുത്തപ്പോ കണ്ടോ, ബ്ലാങ്ക് പേജ് ഇവിടെ ഇൻസേർട്ട് ആയി. നമ്മുടെ രണ്ടാമത്തെ പേജ് ഇവിടെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ കഴ്സർ എവിടെയാണോ ഇരുന്നത് അതിന് താഴെ എന്ത് വന്നു? ഒരു ബ്ലാങ്ക് പേജ് വന്നു. അത് കഴിഞ്ഞിട്ട് അടുത്ത പേജിലാണ് നമ്മുടെ കഴ്സറിന്റെ ബാക്കിയുള്ള പോർഷൻ വന്നത്. അപ്പൊ ഇതാണ് ഏത്? ബ്ലാങ്ക് പേജ്. ഇങ്ങനെയാണ് ഇൻസേർട്ട് ചെയ്യുന്നത്. ഒരു ബ്ലാങ്ക് പേജ് ഇതിന്റെ ഇടയ്ക്ക് വന്നിട്ടുണ്ട്. ഇനി അടുത്ത മൂന്നാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് പേജ് ബ്രേക്ക് ആണ്. പേജ് ബ്രേക്ക് എന്ന് പറഞ്ഞാൽ ഇപ്പം ഒരു പാരഗ്രാഫിന്റെ പകുതി വെച്ചിട്ട് നമുക്ക് അടുത്ത പേജിൽ പോകണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഏത് യൂസ് ചെയ്യാം? പേജ് ബ്രേക്ക് യൂസ് ചെയ്യാം. എനിക്കിപ്പോ ഈ 90 തൊട്ട് അല്ലെങ്കിൽ 8 തൊട്ടിട്ട് അടുത്ത പേജിലാണ് വരേണ്ടത്. അങ്ങനെയാണെങ്കിൽ ഞാൻ എന്ത് കൊടുക്കാം? പേജസിനകത്തെ പേജ് ബ്രേക്ക് കൊടുക്കുക. പേജ് ബ്രേക്ക് കൊടുത്തു കഴിഞ്ഞാല് നോക്കിയേ, 8 തൊട്ട് അടുത്ത പേജിൽ വന്നു. എവിടെ വരെയാണ്? നമ്മുടെ 90 എന്ന് പറയുന്ന വാല്യൂ അവിടെ ഉണ്ട്. അതിന് മുന്നേ നമ്മൾ ഇൻസേർട്ട് ചെയ്തായിരുന്നു ബ്ലാങ്ക് പേജ് വന്നു. അതിനു മുന്നെയാണ് നമ്മൾ ടൈപ്പ് ചെയ്തിരുന്ന പേജ്. അപ്പോൾ ഇത്രയും ഓപ്ഷൻസ് ആണ് നമ്മുടെ ഇൻസേർട്ട് ടാബിലെ പേജസ് എന്ന് പറയുന്ന ഗ്രൂപ്പിനകത്തുള്ളത്. അതിനുശേഷം വരുന്നതെന്ന് പറഞ്ഞാൽ ടേബിൾ ആണ്. അപ്പോൾ ടേബിൾ എങ്ങനെയാണ് നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്നത്? ഇപ്പം ഇതാണ് നമ്മുടെ ടേബിൾ എന്ന് പറയുന്ന ഓപ്ഷൻ. എങ്ങനെയാണ് നമ്മൾ ടേബിൾ ഇൻസേർട്ട് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പൊ നോക്കി, നമുക്ക് ഇവിടെ ഒരു ടേബിൾ ഇൻസേർട്ട് ചെയ്യണം. ഇൻസേർട്ട് ചെയ്യേണ്ട പൊസിഷനിൽ എന്റെ മൗസ് ഞാൻ വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മളിവിടെ ടേബിളില് ആരോയിൽ ക്ലിക്ക് ചെയ്യുക. നമുക്ക് എത്ര റോയും എത്ര കോളവും വേണോ അതിവിടെ സെലക്ട് ചെയ്ത് കൊടുക്കണം. ഇപ്പോ ഇത് കണ്ടോ, ഇതെന്താണ്? കോളമാണ്. ഒരു കോളം, 2 കോളം ഇല്ലേ, 3 കോളം, അതുപോലെ തന്നെ 4 കോളം, ഇങ്ങനെ ഓരോരോ കോളമാണ്. ഇനി ഇങ്ങോട്ട് പോകുന്നത് എന്താണ്? ഇത് റോയാണ്. അപ്പോൾ ഇത് റോയാണ്. അപ്പൊ എത്ര കോളവും എത്ര റോയും വേണമെന്ന് സെലക്ട് ചെയ്യുക. ഇപ്പൊ മേളിൽ എഴുതി കാണിക്കുന്ന 4x5 എന്ന് കാണിക്കുന്നുണ്ട്. എത്ര കോളം ഉണ്ട്? 4 കോളവും 5 റോസുമാണ് ഞാനിപ്പോ സെലക്ട് ചെയ്തിരിക്കുന്ന ടേബിളിനുള്ളത്. അതിനുശേഷം എത്രയാണോ വേണ്ടത് അവിടെ നമ്മുടെ മൗസ് വെച്ചതിന് ശേഷം നമ്മൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ അത്രയുമുള്ള ഒരു ടേബിൾ നമ്മുടെ ഡോക്യുമെന്റിൽ ഇൻസേർട്ട് ആകും.
ഇങ്ങനെയാണ് നമ്മൾ ടേബിള് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇനി ഇവിടെ നമുക്ക് എന്ത് ചെയ്ത് കൊടുക്കാം, ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഇപ്പൊ ഫസ്റ്റ് സെല്ല്, ഇപ്പൊ ഇതെന്ന് പറഞ്ഞ സെല്ലല്ലേ, ഇത് നമുക്കറിയാലോ. ഒരു കോളവും, ഇതൊരു കോളമാണ്, ഇങ്ങനെ വരുന്നത് എന്താണ്, ഒരു റോ ആണ്. അപ്പൊ ഒരു കോളവും ഒരു റോയും ഇന്റർസെക്ട് ചെയ്യുന്ന ആ ഒരു പാർട്ട്, ഇങ്ങനെ ഒരു റെക്ടാങ്കിൾ ഷേപ്പ് കാണുന്നുണ്ടല്ലോ, അതിനെയാണ് നമ്മൾ സെൽ എന്ന് പറയുന്നത്. ടേബിളില് സെൽ എന്ന് റെഫർ ചെയ്യുന്നത് കോളവും റോയും ഇന്റർസെക്ട് ചെയ്യുന്ന പാർട്ടാണ്. ഇതിനെ പറ്റിയൊക്കെ നമ്മൾ എക്സലിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഇനി നമുക്ക് അടുത്ത കോളത്തിൽ പോകണം. എന്ത് ചെയ്യും, ഇങ്ങോട്ട് വരണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, നമുക്ക് ഇവിടെ മൗസ് വെച്ച് ക്ലിക്ക് ചെയ്യാം. അതല്ല എന്നുണ്ടെങ്കിൽ ഷോർട്ട് കട്ട് കീ ചോദിക്കുന്നതാണ് എക്സാമിന്. മൂവ് ടു നെക്സ്റ്റ് സെല്ല്, അടുത്ത സെല്ലിലേക്ക് പോകാൻ നമുക്ക് എന്ത് ചെയ്യാം, കീബോർഡിൽ ടാബ് കീ പ്രസ് ചെയ്യുക. കണ്ടോ, ഞാൻ ഇപ്പൊ ടാബ് കീ ആണ് പ്രസ് ചെയ്തത്. അടുത്ത സെല്ലിൽ വന്നു, വീണ്ടും ടാബ് കീ കൊടുത്തു, എന്ത് ചെയ്തു, അടുത്ത സെല്ലിൽ വന്നു. ഇനി മുന്നിലത്തെ സെല്ലിലേക്ക് പോകണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഷിഫ്റ്റ് പ്ലസ് ടാബ് കീ കൊടുക്കുക. കണ്ടോ, ഷിഫ്റ്റ് പ്ലസ് ടാബ് കൊടുത്തപ്പോ അതിന് മുന്നേയുള്ള സെല്ലിൽ പോയി. ഇനി മുന്നോട്ട് പോകണമെങ്കിൽ ഷിഫ്റ്റ് പ്ലസ് ടാബ്. കണ്ടോ, അപ്പോ ഇത് എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. അപ്പം പ്രീവിയസ് സെല്ലിലേക്ക് പോകാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഷോർട്ട് കട്ട് കീ ഷിഫ്റ്റ് പ്ലസ് ടാബും, അടുത്ത നെക്സ്റ്റ് സെല്ലിലേക്ക് മൂവ് ചെയ്യാനുള്ള ഷോർട്ട് കട്ട് കീ എന്ന് പറയുന്നത് ടാബ് കീയുമാണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ടേബിൾ എന്താണെന്ന് നമുക്ക് വിശദമായിട്ട് തന്നെ നോക്കാം. നോക്കിയാൽ യൂസ്ഡ് ടു ക്രിയേറ്റ് ടേബിൾ ഇൻ അവർ ഡോക്യുമെന്റ്, നമ്മുടെ ഡോക്യുമെന്റിൽ ടേബിൾ ക്രിയേറ്റ് ചെയ്യാനാണ് യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് ടേബിളിൽ യൂസ് ചെയ്യുന്ന ഷോർട്ട് കട്ട് കീസ് ഏതൊക്കെയാണെന്ന് നോക്കാം. സെലക്ട് നെക്സ്റ്റ് സെൽ കണ്ടന്റ്, അടുത്ത സെല്ലിലെ കണ്ടന്റിനെ സെലക്ട് ചെയ്യാനാണെങ്കിൽ ഏതാണ്, ടാബ് കീ ആണ് യൂസ് ചെയ്യുന്നത്. സെലക്ട് പ്രീവിയസ് സെൽ കണ്ടന്റ്, പ്രീവിയസ് സെൽ ആണെന്നുണ്ടെങ്കിൽ ഷിഫ്റ്റ് പ്ലസ് ടാബ് ആണ് യൂസ് ചെയ്യുന്നത്. നമ്മളിപ്പോ പറഞ്ഞു, എന്താ, ടാബ് ആവുമ്പോൾ അടുത്ത സെല്ലിലേക്ക് പോകും, വീണ്ടും അടുത്ത സെല്ലിലേക്ക് പോകും. ഷിഫ്റ്റ് ടാബ് ആവുമ്പോൾ മുന്നിലത്തെ സെല്ലിലേക്ക് പോകും. ഇനി അടുത്ത എന്താണ്, അടുത്ത ഷോർട്ട് കട്ട് കീ എക്സ്റ്റെൻഡ് സെലക്ഷൻ ടു അഡ്ജസന്റ് സെല്ല്. അപ്പൊ അടുത്ത സെല്ലിലേക്ക് സെലക്ഷൻ എക്സ്റ്റെൻഡ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം, ഹോൾഡ് ഡൗൺ ഷിഫ്റ്റ് ആൻഡ് പ്രസ് ആരോ കീ റിപ്പീറ്റഡ്ലി. എന്ത് ചെയ്യണം, നമ്മൾ ഷിഫ്റ്റ് കീ പ്രസ് ചെയ്തുകൊണ്ട് ആരോ കീസ് റിപ്പീറ്റ് ആയിട്ട് എന്ത് ചെയ്യണം, നമ്മൾ പ്രസ് ചെയ്യണം. അടുത്തടുത്ത സെല്ലുകളിലേക്ക് പോകണമെങ്കിൽ എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്, ഇപ്പൊ ഷിഫ്റ്റ് കീ പ്രസ് ചെയ്യുക, എന്നിട്ട് നമുക്ക് ആരോ കീസ് ഉണ്ടല്ലോ, കണ്ടോ, സെലക്ട് ചെയ്യണമെങ്കിൽ അടുത്തടുത്ത സെല്ലുകൾ നമ്മൾ സെലക്ട് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യുക, ഷിഫ്റ്റ് കീ പ്രസ് ചെയ്തുകൊണ്ട് ആരോ കീ പ്രസ് ചെയ്യുക. ഇനി റൈറ്റ് ആരോ, റൈറ്റിലേക്കാണ് നമുക്ക് സെലക്ട് ചെയ്യേണ്ടതെങ്കിൽ എന്ത് ചെയ്യുക, സെലക്ഷൻ എക്സ്റ്റെൻഡ് ചെയ്യാനാണ് സെലക്ട് ചെയ്യേണ്ടെങ്കിൽ റൈറ്റ് ആരോ കീ യൂസ് ചെയ്യുക. ലെഫ്റ്റിലേക്കാണ് നമുക്ക് സെലക്ട് ചെയ്യേണ്ടെങ്കിൽ ലെഫ്റ്റ് ആരോ കീ പ്രസ് ചെയ്യുക. ഏത് കീ പ്രസ് ചെയ്ത് വെച്ചിട്ടാണ്, ഷിഫ്റ്റ് കീ പ്രസ് ചെയ്ത് വെച്ചിട്ടാണ് ചെയ്യേണ്ടത്. ഇനി അടുത്തെന്ന് പറഞ്ഞാൽ മൂവ് വൺ ക്യാരക്ടർ ടു ലെഫ്റ്റ്, ലെഫ്റ്റിലോട്ട് ഒരു ക്യാരക്ടർ മൂവ് ചെയ്യാനാണെങ്കിൽ ലെഫ്റ്റ് ആരോ കീയും, റൈറ്റിലോട്ടാണ് മൂവ് ചെയ്യേണ്ടെങ്കിൽ ഏത് യൂസ് ചെയ്യുക, റൈറ്റ് ആരോ കീ. ഇപ്പൊ ഞാൻ ലെഫ്റ്റ് ആരോ കീ പ്രസ് ചെയ്തപ്പോ എങ്ങോട്ടാ പോകുന്നത്, ലെഫ്റ്റിലോട്ടാണ് പോകുന്നത്. ഇനി റൈറ്റിലോട്ട് പോകണമെങ്കിൽ നമ്മൾ ഏത് യൂസ് ചെയ്യണം, റൈറ്റ് ആരോ കീ യൂസ് ചെയ്യുക. ഇനി അടുത്തേന്ന് പറഞ്ഞാല് മൂവ് വൺ വേർഡ് ടു ലെഫ്റ്റ്, ഒരു വേർഡ് ലെഫ്റ്റിലോട്ട് പോകണമെങ്കിൽ നമ്മൾ കൺട്രോൾ പ്ലസ് ലെഫ്റ്റ് ആരോയും, ഇനി റൈറ്റിലോട്ട് മൂവ് വൺ വേർഡ് ടു റൈറ്റ് ആണെങ്കിൽ കൺട്രോൾ പ്ലസ് റൈറ്റ് ആരോ കീയും യൂസ് ചെയ്യുക. അപ്പോ ഒരു വേർഡ് ലെഫ്റ്റിലോട്ടാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, കൺട്രോൾ പ്ലസ് ലെഫ്റ്റ് ആരോ കീ യൂസ് ചെയ്യുക. കണ്ടോ, കൺട്രോൾ പ്ലസ് ലെഫ്റ്റ് ആരോ, എന്ത് ചെയ്തു, ഒരു വേർഡ് ലെഫ്റ്റിലോട്ട് പോകും. ഇനി ഒരു വേർഡ് റൈറ്റിലോട്ടാണെന്നുണ്ടെങ്കിൽ കൺട്രോൾ പ്ലസ് റൈറ്റ് ആരോ കീ. കണ്ടോ പോകുന്നത്, ഓരോ വേർഡ് വൈസ് ആണ് പോകുന്നത്. ഇപ്പൊ നോക്കി, ഇനി ഞാൻ റൈറ്റ് ആരോ കീ കൊടുക്കാം. കൺട്രോൾ പ്ലസ് റൈറ്റ് ആരോ ആണെങ്കിൽ കണ്ടോ അടുത്ത വേർഡിൽ പോയി. ഇനിയും കൺട്രോൾ പ്ലസ് റൈറ്റ് ആരോ ആണെങ്കിൽ അടുത്ത വേർഡിൽ പോയി. ഇനിയും കൺട്രോൾ പ്ലസ് റൈറ്റ് ആരോ ആണെങ്കിൽ അടുത്ത വേർഡിൽ പോയി. അങ്ങനെയാണ് ഇത് മൂവ് ചെയ്യുന്നത്. ഇനി കൺട്രോൾ പ്ലസ് ലെഫ്റ്റ് ആണെങ്കിലോ ലെഫ്റ്റിലുള്ള അടുത്ത വേർഡിൽ പോയി. ഇനി കൺട്രോൾ പ്ലസ് ലെഫ്റ്റ് ആരോ ആണെങ്കിൽ അടുത്ത വേർഡിൽ. അങ്ങനെ ഇപ്പൊ കൺട്രോൾ പ്ലസ് റൈറ്റ് ആരോ എന്ന് പറഞ്ഞാല് വൺ വേർഡ് റൈറ്റിലോട്ട് മൂവ് ചെയ്യും. കൺട്രോൾ പ്ലസ് ലെഫ്റ്റ് ആരോ ആണെങ്കിൽ വൺ വേർഡ് ലെഫ്റ്റിലോട്ട് മൂവ് ചെയ്യും. ഇനി അടുത്തത് മൂവ് ടു ഫസ്റ്റ് സെൽ ഇൻ എ റോ, ഒരു റോയിലെ ഫസ്റ്റ് സെല്ലിൽ പോകാൻ ആൾട്ട് പ്ലസ് ഹോമും ആ റോയിലെ തന്നെ ലാസ്റ്റ് സെല്ലിൽ പോകാൻ ആൾട്ട് പ്ലസ് എൻഡുമാണ് ഷോർട്ട് കട്ട് കീ യൂസ് ചെയ്യുന്നത്. ഇപ്പൊ നോക്കിയേ, ഇതൊരു റോ ആണ്. അപ്പം ഈ ഒരു റോയിലെ ഫസ്റ്റ് സെല്ലിൽ പോകണമെങ്കിൽ, ഫസ്റ്റ് സെൽ എന്ന് പറഞ്ഞാൽ ഇതാണല്ലോ, ഫസ്റ്റ് സെല്ലിൽ പോകണമെങ്കിൽ ഏത് യൂസ് ചെയ്യും,
ആൾട്ട് പ്ലസ് ഏതാണ് യൂസ് ചെയ്യുന്നത്? ആൾട്ട് പ്ലസ് ഹോം ആണ് യൂസ് ചെയ്യുന്നത്. ഇനി ഈ ഒരു സെല്ലിന്റെ ലാസ്റ്റ് ആണെങ്കിൽ ആൾട്ട് പ്ലസ് എൻഡ് ആണ് യൂസ് ചെയ്യുന്നത്. നോക്കി എങ്ങനെയാ വർക്ക് ചെയ്യുന്നത്? നമ്മൾ ആൾട്ട് കീ പ്രസ് ചെയ്തു, അതിനുശേഷം ഹോം കീ പ്രസ് ചെയ്തു. കണ്ടോ? ഫസ്റ്റ് സെല്ല് ഹോം എന്ന് പറയുമ്പം എപ്പോഴായാലും നമ്മൾ ഓർക്കണം, ഹോം എന്ന് പറഞ്ഞാൽ ബിഗിനിങ്ങിൽ പോകാനാണ്. ആൾട്ട് പ്ലസ് ഹോം എന്ന് പറഞ്ഞാല് ഫസ്റ്റ് സെല്ലിൽ പോകാനും, ആൾട്ട് പ്ലസ് എൻഡ് കീ, കീബോർഡിലെ എൻഡ് കീ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ലാസ്റ്റ് സെല്ലിലായിരിക്കും വരുന്നത്. അപ്പോൾ ആൾട്ട് പ്ലസ് ഹോം എന്ന് പറഞ്ഞാൽ ആ റോയുടെ ഫസ്റ്റ് സെല്ലും, ആൾട്ട് പ്ലസ് എൻഡ് ആണെന്നുണ്ടെങ്കിൽ ആ റോയുടെ ലാസ്റ്റ് സെല്ല്. കണ്ടോ? ഇപ്പൊ ഞാൻ ആൾട്ട് പ്ലസ് എൻഡ് കൊടുത്തപ്പോൾ ഈ റോയുടെ ലാസ്റ്റ് സെല്ലിൽ വന്നു. ഇനി ആൾട്ട് പ്ലസ് ഹോം കൊടുത്തു കഴിഞ്ഞാൽ ആ റോയുടെ ഫസ്റ്റ് സെല്ലിൽ വരും. ആൾട്ട് പ്ലസ് ഹോം. കണ്ടോ? ഇവിടെ വന്നു. അപ്പം ഇതാണ് ഫസ്റ്റ് സെല്ലിലും, ഒരു റോയുടെ ഫസ്റ്റ് സെല്ലിലും അതുപോലെ തന്നെ ഒരു റോയുടെ ലാസ്റ്റ് സെല്ലിലും മൂവ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. ഇനി അടുത്തതെന്ന് പറഞ്ഞാല് മൂവ് ടു ഫസ്റ്റ് സെല്ലിനെ കോളം. ഒരു കോളത്തിന്റെ ഫസ്റ്റ് സെല്ലിലേക്ക് മൂവ് ചെയ്യാനാണെങ്കിൽ ആൾട്ട് പ്ലസ് പേജ് അപ്പും, ഒരു കോളത്തിന്റെ ലാസ്റ്റ് സെല്ലിലേക്ക് പോകാനാണെങ്കിൽ ആൾട്ട് പ്ലസ് പേജ് ഡൗണുമാണ് യൂസ് ചെയ്യുന്നത്. അപ്പം ആൾട്ട് പ്ലസ് പേജ് അപ്പ് ആൻഡ് ആൾട്ട് പ്ലസ് പേജ് ഡൗൺ. ഇപ്പൊ ഇവിടെ ഇരിക്കുകയാണ്. നമുക്ക് ഈ കോളത്തിന്റെ ഫസ്റ്റിൽ പോകണമെങ്കിൽ എന്ത് ചെയ്യണം? ആൾട്ട് കീയും പേജ് അപ്പ് എന്ന് പറയുന്ന നമ്മുടെ കീബോർഡിലെ കീയും പ്രസ് ചെയ്യുക. കണ്ടോ? അതിന്റെ ഫസ്റ്റ് പോയി. ഇനി ഇതിന്റെ ലാസ്റ്റ്, ഈ കോളത്തിന്റെ ലാസ്റ്റ് സെല്ലിൽ വരണമെങ്കിൽ ആൾട്ട് പ്ലസ് പേജ് ഡൗൺ യൂസ് ചെയ്യുക. ഈ റോയുടെ ഫസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ആൾട്ട് പ്ലസ് ഹോമും, റോയുടെ ലാസ്റ്റ് സെല്ലാണെന്നുണ്ടെങ്കിൽ ആൾട്ട് പ്ലസ് എൻ. ഇനി ഒരു കോളത്തിന്റെ ഫസ്റ്റ് സെല്ലാണെന്നുണ്ടെങ്കിൽ ആൾട്ട് പ്ലസ് പേജ് അപ്പും, കോളത്തിന്റെ ലാസ്റ്റ് സെല്ലാണെങ്കിൽ ആൾട്ട് പ്ലസ് പേജ് ഡൗണുമാണ് യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് നോക്കാനുള്ള ഷോർട്ട് കട്ട് എന്ന് പറഞ്ഞാൽ മൂവ് കണ്ടന്റ് അപ്പ് വൺ റോ ആൾട്ട് പ്ലസ് ഷിഫ്റ്റ് പ്ലസ് അപ്പ് ആരോയും, മൂവ് കണ്ടന്റ് ഡൗൺ വൺ റോ ആണെന്നുണ്ടെങ്കിൽ, സോറി ഇവിടെ റോ ആണ്, വൺ റോ, അതായത് ഒരു റോ, ഏതെങ്കിലും ഒരു റോയിലെ കണ്ടന്റ് താഴോട്ട് മൂവ് ചെയ്യാനാണെങ്കിൽ ആൾട്ട് പ്ലസ് ഷിഫ്റ്റ് പ്ലസ് ഡൗൺ ആരോയും യൂസ് ചെയ്യുക. ഇപ്പൊ നമ്മുടെ ഇവിടെ നമ്മൾ നോക്കിയേ, ഈ ഒരു ടേബിളില് ഈ ഒരു റോയെ നമുക്ക് എന്ത് ചെയ്യണം? ഒന്ന് താഴോട്ട് കൊണ്ടുപോകണം. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ആൾട്ട് പ്ലസ് ഷിഫ്റ്റ് പ്ലസ് ഡൗൺ ആരോ കീ യൂസ് ചെയ്യുക. ഈ ഒരു റോയെ താഴേക്ക് കൊണ്ടുപോകാനാണെങ്കിൽ ആൾട്ട് പ്ലസ് ഷിഫ്റ്റ് പ്ലസ് ഡൗൺ ആരോ കീ യൂസ് ചെയ്യുക. കണ്ടോ? താഴേക്ക് വന്നു. ഇനി മുകളിലേക്ക് പോകാനാണെങ്കിലോ ആൾട്ട് പ്ലസ് ഷിഫ്റ്റ് പ്ലസ് അപ്പ് ആരോ, മുകളിലുള്ള ആരോ കീ യൂസ് ചെയ്താൽ മുകളിലേക്ക് പോകും. ആൾട്ട് പ്ലസ് ഷിഫ്റ്റ് പ്ലസ് ഡൗൺ ആരോ, താഴോട്ടുള്ള ആരോ കീ ആണെങ്കിൽ താഴോട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിനെ മൊത്തത്തിൽ മൂവ് ചെയ്യിക്കാൻ പറ്റും. ഇനി ആൾട്ട് പ്ലസ് ഷിഫ്റ്റ് പ്ലസ് അപ്പ് ആരോ, മുകളിലോട്ടുള്ള ആരോ ആണെങ്കിൽ മുകളിലേക്ക് നമുക്ക് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പം ഇത്രയുമാണ് ടേബിളിനകത്ത് വരുന്ന ഷോർട്ട് കട്ട് കീസ്. അപ്പൊ ഒന്നുകൂടെ നമുക്ക് നോക്കാം ഏതൊക്കെയാണ്. സെലക്ട് നെക്സ്റ്റ് സെൽ കണ്ടന്റ് ആണെങ്കിൽ ടാബും, പ്രീവിയസ് സെൽ കണ്ടന്റ് ആണെങ്കിൽ ഷിഫ്റ്റ് പ്ലസ് ടാബും. പിന്നെ എക്സ്റ്റെൻഡ് സെലക്ഷൻ ടു അഡ്ജസ്റ്റന്റ് സെലക്ഷൻ അടുത്ത സെല്ലിലേക്ക് പോകണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഷിഫ്റ്റ് കീ പ്രസ് ചെയ്തിട്ട് ആരോ കീ റിപ്പീറ്റ് ആയിട്ട് യൂസ് ചെയ്യുക. മൂവ് വൺ ക്യാരക്ടർ ലെഫ്റ്റ് ആണെങ്കിൽ ലെഫ്റ്റ് ആരോയും, അതുപോലെ തന്നെ വൺ ക്യാരക്ടർ റൈറ്റ് ആണെങ്കിൽ റൈറ്റ് ആരോ യൂസ് ചെയ്യുക. വൺ വേർഡ് ലെഫ്റ്റ് ആണെങ്കിൽ കൺട്രോൾ പ്ലസ് ലെഫ്റ്റ് ആരോയും, വൺ വേർഡ് റൈറ്റ് ആണെങ്കിൽ കൺട്രോൾ പ്ലസ് റൈറ്റ് ആരോയും യൂസ് ചെയ്യുക. ഒരു റോയിലെ ഫസ്റ്റ് സെല്ലിൽ പോകാനാണെന്നുണ്ടെങ്കിൽ ആൾട്ട് പ്ലസ് ഹോമും, ഒരു റോയിലെ ലാസ്റ്റ് സെല്ലാണെങ്കിൽ ആൾട്ട് പ്ലസ് എൻഡും യൂസ് ചെയ്യുക. ഒരു കോളത്തിലെ ഫസ്റ്റ് സെല്ലിൽ പോകാനാണെന്നുണ്ടെങ്കിൽ ആൾട്ട് പ്ലസ് പേജ് അപ്പും, ഒരു കോളത്തിലെ ലാസ്റ്റ് സെല്ലിൽ പോകാനാണെങ്കിൽ ആൾട്ട് പ്ലസ് പേജ് ഡൗൺ യൂസ് ചെയ്യുക. ഇനി ഒരു റോയിലെ കണ്ടന്റ് മുഴുവനായിട്ട് നമുക്ക് താഴേക്ക് മൂവ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ ആൾട്ട് പ്ലസ് ഷിഫ്റ്റ് പ്ലസ് ഡൗൺ ആരോയും, മുകളിലേക്ക് മൂവ് ചെയ്യാനാണെങ്കിൽ ആൾട്ട് പ്ലസ് ഷിഫ്റ്റ് പ്ലസ് അപ്പ് ആരോയും യൂസ് ചെയ്യുക. ഈ ഷോർട്ട് കട്ട് കീസ് ഇമ്പോർട്ടന്റ് ആണ് എക്സാമിന്, ഇതിനകത്ത് പലതും ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ വ്യക്തമായിട്ട് തന്നെ പഠിച്ചു വെക്കുക. ഇനി അടുത്ത നമുക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാല് ഇൻസേർട്ട് ടാബിനകത്തെ ഇല്ലുസ്ട്രേഷൻസ് ആണ്. ഇല്ലുസ്ട്രേഷൻസ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ബാക്കി ഉള്ള ഇൻസേർട്ടിൽ വരുന്ന ഓപ്ഷൻസ് എല്ലാം നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. നിങ്ങൾക്ക് ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ മാസ്റ്ററിംഗ് എഡ്യൂടെക്കിന്റെ ഒരു ടെലഗ്രാം ചാനലുണ്ട്. അപ്പോൾ നമ്മുടെ ഓരോ പാട്ടിലെ ക്ലാസ് കഴിയും തോറും, അതാ ദിവസത്തെ ക്ലാസ് അല്ല, ഒരു പോർഷൻ തീരുമ്പോൾ അതിന്റെ PDF നോട്ട്സ് നിങ്ങൾക്ക് ചാനലിൽ അവൈലബിൾ ആയിരിക്കും. അതുപോലെ തന്നെ നമുക്ക് ക്വിസ്, അതുപോലെ തന്നെ ഉള്ള മറ്റ് ഡിസ്കഷനും ക്വിസ് അതുപോലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക്
എന്താ ഓരോ ടോപ്പിക്ക് കഴിഞ്ഞു കഴിയുമ്പോൾ ആ ടോപ്പിക്കുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസിനുമായിട്ട് ബേസ് ചെയ്ത ക്വിസൊക്കെ നിങ്ങൾക്ക് അതിൽ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ താല്പര്യമുള്ളവർ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക. താങ്ക്